ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഒരു കഥ പറഞ്ഞാലോ. നമുക്കിന്ന് ലോക്ക് ആൻഡ് കീയുടെ എപ്പിസോഡ് നമ്പർ 4 കാണാം. ഓൾറെഡി 1, 2, 3 ഒക്കെ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ തിരികെ പോയി നമ്മുടെ ചാനലിൽ തന്നെ ചെക്ക് ചെയ്യുക. ശേഷം എപ്പിസോഡ് നമ്പർ 4 കാണാത്തവരാണെങ്കിൽ ഇവിടെ കാണും. അപ്പോൾ സ്റ്റാർട്ട് ചെയ്താലോ. സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മളെ കാണിക്കുന്നത് കെൻസിനെയാണ്. കെൻസി അവളുടെ ഹെയർ ഒക്കെ ഡൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് പല അൺനാച്ചുറൽ കളർ, പിങ്ക്, ബ്ലൂ കളറിലൊക്കെ ഹെയർ ഡൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവള് തിരിച്ചു വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ഭയങ്കര സൗണ്ടിൽ പാട്ടൊക്കെ വെച്ചിട്ട് ഡാൻസ് കളിച്ചിട്ടാണ് ആള് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പോഴത്തേക്കും അമ്മ അങ്ങോട്ട് എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, ആ ഒരു സൗണ്ട് ഒന്ന് കുറയ്ക്കാമോ എന്ന് ചോദിക്കുമ്പോൾ കെൻസി സോറി അമ്മയെന്ന് പറഞ്ഞിട്ട് സൗണ്ട് ഒക്കെ കുറയ്ക്കുന്നുണ്ട്. എന്നിട്ട് അമ്മ ചോദിക്കുന്നുണ്ട്, നീ നിന്റെ ഹെയർ ഒക്കെ ഡൈ ചെയ്തോ? ഇപ്പോഴാണ് ശരിക്കും നിന്നെ കാണാൻ നിന്നെ പോലെ തന്നെ ഉള്ളത് എന്ന് പറയുന്നുണ്ട്. അതായത് അവൾ അത്രയ്ക്ക് സ്മാർട്ടായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. അച്ഛൻ്റെ മരണശേഷം അവളെ ഒരുപാട് അത് എഫക്ട് ചെയ്തുകൊണ്ട് അവൾ ഒരുപാട് ഒതുങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് അവളുടെ ആ ഒരു യഥാർത്ഥ ക്യാരക്ടർ വെളിയിൽ വന്നത്. അപ്പോൾ കെൻസി പറയുന്നുണ്ട്, ശരിയാണ്, ഇപ്പോഴാണ് എനിക്ക് എന്നെ തന്നെ റിയലൈസ് ചെയ്തത് ഇപ്പോഴാണ് എന്ന് കെൻസിയും പറയുന്നുണ്ട്. അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട്, കഴിഞ്ഞ ദിവസം സ്കോട്ടുമായിട്ട് പുറത്തു പോകാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, പോയിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ കെൻസി പറയുന്നുണ്ട്, ഇല്ല പോയില്ല എന്ന് പറയാണ്. എന്തായാലും ഞാൻ അതിന് പുതിയ പ്ലാൻസ് ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേനും അവിടേക്ക് ടൈലറും ബോഡിയും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ പറയുന്നുണ്ട്, നീയാണോ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയത്? അപ്പോൾ കെൻസി പറയുന്നുണ്ട്, അതെ, കഴിഞ്ഞ ദിവസം എനിക്ക് നല്ലതായിട്ട് ഉറങ്ങാൻ പറ്റി, അതുകൊണ്ട് തന്നെ രാവിലെ എണീറ്റപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഫ്രഷ് അപ്പ് ആയതുപോലെ ആയിരുന്നു. അതിന്റെ റിസൾട്ടാണ് ഈ കാണുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, ഈ ഫുഡിന്റെ മണം തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് തോന്നുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബോഡി അവന് ഇഷ്ടമുള്ള ഫുഡൊക്കെ എടുത്ത് കഴിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. ഡെസ്കിൽ തന്നെ അവളുടെ ഒരു ആപ്ലിക്കേഷൻ പിക്ചർ ഇരിപ്പുണ്ടായിരുന്നു. ആ ഒരു ബൈസൈക്കിളിന്റെ പടം അവൾ ഒരുപാട് വരച്ചു കൂട്ടുന്നുണ്ടായിരുന്നല്ലോ, അതിനകത്തുനിന്ന് ഒരെണ്ണം എടുത്ത് വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, എന്തായാലും ഞാൻ മറ്റന്നാളെ ഇത് പോസ്റ്റ് ചെയ്തേക്കാം കെൻസി എന്ന് പറയുമ്പോൾ കെൻസി പറയുന്നുണ്ട്, വേണ്ട വേണ്ട, ഇത് ചൊവ്വാഴ്ചത്തേക്ക് എനിക്ക് അയക്കേണ്ടതാണ്. അതന്നെയല്ലേ, ഇതൊരു ഓർഗനൈസ് ചെയ്ത് ചെയ്യേണ്ട കാര്യമാണ്. അമ്മ അങ്ങനെയൊന്നും ഓർഗനൈസ് ചെയ്ത് ചെയ്യുന്ന ആളല്ലല്ലോ, സോ അതുകൊണ്ട് ഞാൻ തന്നെ ചെയ്തോളാം. ഇതൊക്കെ അച്ഛനായിരുന്നു ചെയ്തോണ്ടിരുന്നത്, അമ്മയ്ക്ക് ജസ്റ്റ് ആർട്ടിന്റെ കാര്യങ്ങളൊക്കെ അല്ലേ അറിയത്തുള്ളൂ. അമ്മ ഇത് എല്ലാം മാനേജ് ചെയ്യാൻ ശ്രമിക്കണ്ട, ഞാൻ തന്നെ ചെയ്തോളാം എന്നുള്ള രീതിയിൽ കുറച്ച് റൂഡായിട്ട് അമ്മയോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അമ്മയും ഓക്കെ, അത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല, ഓക്കെ എന്നാ നീ തന്നെ ചെയ്തോളൂ എന്നുള്ള രീതിയിൽ അപ്സെറ്റ് ആയിട്ട് അവിടെ നിന്ന് നടന്നു പോകുന്നുണ്ട്. ടൈലറിനും വല്ലാണ്ടാകുന്നുണ്ട് അമ്മയോട് ഇവളിങ്ങനെ സംസാരിക്കുന്നത് കേട്ടിട്ട്. അപ്പോൾ ടൈലർ ചോദിക്കുന്നുണ്ട്, നീ എന്താ അമ്മയോട് അങ്ങനെ സംസാരിച്ചത് എന്ന് ചോദിക്കുമ്പോൾ കെൻസി പറയാണ്, എന്താ ടൈലർ ഞാൻ എന്ത് പറഞ്ഞെന്നാ? അപ്പോൾ ടൈലർ പറയുന്നുണ്ട്, നീ ഇപ്പൊ പറഞ്ഞില്ലേ അമ്മയോട് അത്രയും റൂഡായിട്ട് എന്താ സംസാരിച്ചേ എന്ന് ചോദിക്കുമ്പോൾ കെൻസിയും പറയുന്നുണ്ട്, ഞാൻ അതിന് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ലല്ലോ, ശരിയായിട്ടുള്ള കാര്യമല്ലേ പറഞ്ഞത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബോഡി പറയുന്നുണ്ട്, ഇവിടെ വെച്ച് ഫൈറ്റ് ചെയ്യല്ലോ ഫുഡിന്റെ മുന്നേ വെച്ച് എന്ന് പറയുന്നുണ്ട്. അവിടുന്ന് കട്ടായി പിന്നെ നമ്മളെ കാണിക്കുന്നത് കെൻസിയും ടൈലറും കൂടി സ്കൂളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടൈലർ കെൻസിയുടെ പുറകിൽ നടന്ന് ചോദിക്കുന്നുണ്ട്, എന്താ കാര്യം, എന്താ നീ ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ട് പെരുമാറുന്നേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കെൻസി ഗത്യന്തരമില്ലാതെ ടൈലറിനോട് പറയുന്നുണ്ട്, ഞാൻ ഹെഡ് കീ യൂസ് ചെയ്തിട്ട് എന്റെ ഹെഡിൽ നിന്ന് ആ ഒരു ഫിയർ മോൺസ്റ്ററിനെ കൊന്നു കളഞ്ഞു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ടൈലർ ആകെപ്പാട് പാനിക് ആവുന്നുണ്ട്. എന്നിട്ട് ടൈലർ ചോദിക്കുന്നുണ്ട്, നിനക്കറിയാവോ ഇതൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന്? കെൻസി, അത് നിനക്ക് ആപത്തുണ്ടാക്കും എന്നൊക്കെ ടൈലർ പറയുന്നുണ്ട്. അപ്പോൾ കെൻസി പറയുന്നുണ്ട്, അച്ഛൻ മരിച്ച പിന്നെ ആദ്യമായിട്ടാണ് എനിക്കൊരു സന്തോഷം ഉണ്ടായത്, നീ എന്തൊക്കെ പറഞ്ഞാലും എനിക്കൊന്നും അത് ബാധിക്കില്ല, ഞാൻ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നു പറഞ്ഞിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇവരങ്ങനെ സംസാരിച്ചുകൊണ്ട് പോകുമ്പോൾ അവിടെ ജാക്കിയും ഈഡനും ഇപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ജാക്കി, നിന്റെ ഹെയർ കാണാൻ നല്ല രസമുണ്ട് കെൻസി എന്ന് വിളിച്ചു പറയുന്നുണ്ട്. അപ്പോൾ ഈഡൻ അവളെ കളിയാക്കി ഒരു കമന്റും പറയുന്നുണ്ട്. പക്ഷെ കെൻസിനെ ഇതൊന്നും ബാധിക്കുന്നില്ല. അവൾ നല്ല കൂളായിട്ട് ഓക്കെ താങ്ക് യു ഗേൾ എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോവാണ്. ശരിക്കുമുള്ള അല്ലെങ്കിൽ അവർ കണ്ടിട്ടുള്ള കെൻസി അങ്ങനെ ആയിരുന്നില്ല. അവൾ ഭയങ്കരമായിട്ട് ഷൈ ആയിരുന്നു, ഭയങ്കരമായിട്ട് ഇൻട്രോവേർട്ട് ആയിരുന്നു. അവിടുന്ന് കട്ടായി പിന്നെ നമ്മളെ കാണിക്കുന്നത് കെൻസി സ്കോട്ടിന്റെയും കൂട്ടുകാരുടെ അടുത്തോട്ട് ചെല്ലുന്നതായിട്ടാണ്. അവർക്ക് സ്പ്ലാറ്ററിങ്ങിന്റെ ഒരു വലിയൊരു പോസ്റ്റർ റെഡിയാക്കി കൊടുക്കുന്നുണ്ട് കെൻസി. അപ്പോൾ കൂട്ടുകാരൊക്കെ അത് ഇഷ്ടമായി, നല്ല രസമുണ്ട് എന്നൊക്കെ എല്ലാവരും കൂടി ഇന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്കോട്ട് ഇവരുടെ അടുത്തുനിന്ന് മാറി ദൂരത്തായിട്ട് മാറി നിൽക്കുന്നുണ്ട്. സ്കോട്ടിന്റെ ഒരു ഫ്രണ്ട് അവളോട് ചോദിക്കുന്നുണ്ട്, നീ അപ്പോൾ ഫിലിമിലോട്ട് തിരിച്ചു വരാൻ തീരുമാനിച്ചോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ സമ്മതിക്കുവാണെങ്കിൽ എന്നിങ്ങനെ കെൻസി പറഞ്ഞിട്ട് സ്കോട്ടിനെ നോക്കുന്നുണ്ട്. അപ്പോൾ സ്കോട്ട് ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കെൻസി അങ്ങോട്ട് ചെന്നിട്ട് സ്കോട്ടിനോട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ സ്കോട്ട് അവളെ കേൾക്കാനായിട്ട് റെഡി ആയിട്ട് ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ കെൻസി പറയുന്നുണ്ട്, ഇന്നലെ ഞാൻ നിന്നെ വെയിറ്റ് ചെയ്യിപ്പിച്ചില്ല, സോറി എന്ന് പറയുമ്പോൾ സ്കോട്ട് പറയാണ്, അതൊന്നും സാരമില്ല കെൻസി, നിനക്ക് വേണ്ട പോലെ തന്നെ നമുക്ക് ഫ്രണ്ട്സ് ആയിട്ട് തന്നെ ഇരിക്കാം, എനിക്ക് അതിനൊരു വിഷമവും ഇല്ല എന്നുള്ള രീതിയിൽ സ്കോട്ട് പറയുമ്പോൾ കെൻസി പറയുന്നുണ്ട്, എനിക്ക് പക്ഷേ വിഷമമുണ്ട്, എനിക്ക് നിന്നെ ശരിക്കും ഇഷ്ടമാണ്, ഒരുമിച്ചൊരു ഡേറ്റിനൊക്കെ പോയാലോ എന്നുള്ള രീതിയിൽ കെൻസി സ്കോട്ടിനെ അങ്ങോട്ട് കയറി ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് കെൻസി അവളുടെ വീട്ടിലോട്ട് തന്നെ സ്കോട്ടിനെ ക്ഷണിക്കുന്നുണ്ട്. സ്കോട്ട് ചോദിക്കുന്നുണ്ട്, ഈ മാറ്റ്സണിൽ തന്നെ ഏറ്റവും പേടിപ്പിക്കുന്ന ബംഗ്ലാവിലോട്ടാണ് നീ എന്നെ ക്ഷണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ കെൻസി ചോദിക്കുന്നുണ്ട്, സ്കോട്ടിന് പേടിയൊക്കെ ഉണ്ടോ? സ്കോട്ടും തമാശയ്ക്ക് പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. അങ്ങനെ കെൻസി തിരിച്ച് അവിടെ ക്ലാസ്സിലോട്ട് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ സ്കോട്ടും ഫ്രണ്ട്സും അവളുടെ പുതിയ മാറ്റത്തെ പറ്റി, അതായത് അവൾക്ക് എന്ത് മാറ്റം ഉണ്ടെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അവിടുന്ന് കട്ടായി പിന്നെ നമ്മളെ കാണിക്കുന്നത് കീ ഹൗസിലാണ്. കീ ഹൗസിൽ എല്ലിയും നീനയും കൂടി ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നീന അവന്റെ പഴയ ഫോട്ടോ കാണിച്ചിട്ട്, എല്ലി ഇതിനകത്ത് ഈ ഒരു ഏറിനും മാർക്കും ഇപ്പോൾ എവിടെ ഉണ്ടെന്ന് അറിയാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്.
എറിൻ ഇപ്പോൾ ഇവിടെ ഒരു സൈക്കാട്രിക് ഹോസ്പിറ്റലിലാണ് താമസിക്കുന്നത്. അവൾ 20 വർഷമായിട്ട് സംസാരിച്ചിട്ടില്ല. ജസ്റ്റ് ഒരു പാരലൈസ്ഡ് ആയ ഒരു സ്ട്രോക്ക് വന്ന ആളെ പോലെയാണ് ഇപ്പോൾ ഉള്ളത് എന്ന് പറയുന്നുണ്ട്. മാർക്കാണെങ്കിൽ ഒരു 2-3 മാസത്തിന് മുന്നേ ഒരു തീപിടുത്തത്തിൽ മരിച്ചുപോയി എന്നും പറയുന്നുണ്ട്. എന്നിട്ട് എലി പറയുന്നുണ്ട്, ഞങ്ങൾ എപ്പോഴും ഈ വീട്ടിലായിരിക്കും, പേരൻസ് ഒന്നും എപ്പോഴും വീട്ടിൽ കാണത്തില്ല, അപ്പോൾ ഞങ്ങൾ ഇവിടെ എപ്പോഴും അടിച്ചു പൊളിച്ച് ഞങ്ങൾ ഇവിടെ തന്നെ ആയിരിക്കും, പിംപോപ്പ് റൂമിലായിരിക്കും എന്ന് പറയുന്നുണ്ട്. പിംപോപ്പ് റൂമോ? അതേതാ? ബേസ്മെന്റിലുള്ളത് കണ്ടിട്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. നീനയും എല്ലിയും കൂടി താഴെ ബേസ്മെന്റിലോട്ട് പോകുന്നുണ്ട്. പക്ഷെ ആ ഒരു ബേസ്മെന്റ് താഴോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ ഒരു ഡോറ് അല്ലെങ്കിൽ അങ്ങനെ ഒരു റൂം ഉള്ളതായിട്ട് എല്ലി കാണുന്നില്ല. അപ്പോൾ നീന ചോദിക്കുന്നുണ്ട്, എവിടെയാണ്, ഇവിടെ ആയിട്ടായിരുന്നോ റൂം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലി പറയുന്നുണ്ട്, ആ ഇവിടെ ആയിട്ടായിരുന്നു, ആരോ ബോർഡ് വെച്ച് മറച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നീന ഒരു ചുറ്റിക എടുത്തിട്ട് ആ ബോർഡ് തല്ലി പൊട്ടിച്ച് ആ ഒരു റൂമും കണ്ടുപിടിക്കുന്നുണ്ട്. അങ്ങനെ നീനയും എല്ലിയും കൂടെ അതിനകത്ത് ചെല്ലുമ്പോൾ ഓൾമോസ്റ്റ് അവിടുത്തെ ആൾക്കാർ യൂസ് ചെയ്തിരുന്ന പഴയ കാസറ്റ്സ്, അന്നത്തെ ഫിലിം സ്റ്റാറിന്റെ പോസ്റ്റേഴ്സ്, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നീന എല്ലാം കണ്ട് ഇങ്ങനെ അത്ഭുതപ്പെടുന്നുണ്ട്, ഒരു ടൈം ട്രാവൽ ചെയ്ത പോലെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എല്ലി ആണെങ്കിൽ അവിടെ എന്തോ തിരയുന്ന പോലെയാണ് കാണുന്നത്. അപ്പോൾ നീന ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും തിരയുവാണോ? അപ്പോൾ എല്ലി പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല, പ്രത്യേകിച്ചൊന്നും തിരയുന്നില്ല, ഞാൻ ജസ്റ്റ് എല്ലാം നോക്കിയെന്നേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. പക്ഷേ എല്ലി എന്തോ സീക്രട്ട് ആയിട്ട് അവിടെ തിരയുന്നുണ്ട്. അങ്ങനെ നീനയും എല്ലിയും കൂടെ അവിടെ നിൽക്കുന്നതായിട്ട് കാണിച്ചിട്ട് പിന്നെ അവിടുന്ന് കട്ടയെ കാണിക്കുന്നത് ആ ഒരു സൈക്കാട്രിസ്റ്റ് ഹോസ്പിറ്റലാണ്. അവിടെ എറിനെ കാണാനായിട്ട് ആരോ ഒരു വിസിറ്റർ വന്നിട്ടുണ്ട്. അപ്പോൾ നേഴ്സ് വന്നിട്ട് എറിനോട് പറയുന്നുണ്ട്, എറിൻ നിനക്കൊരു വിസിറ്റർ ഉണ്ട്. അത് വേറെ ആരും ആയിരുന്നില്ല, ഡച്ച് ആയിരുന്നു. അങ്ങനെ നേഴ്സ് അവിടുന്ന് പോയി കഴിഞ്ഞപ്പോൾ ഡച്ച് എല്ലിയുടെ കൈയൊക്കെ പിടിച്ച് പതിയെ നഖമൊക്കെ വെട്ടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സ്നേഹത്തോടെ അവളോട് സംസാരിക്കുന്ന പോലെ കാണിക്കുന്നുണ്ട്. നീ ഇവിടെ ആയിപ്പോയതിൽ ഭയങ്കര സോറി എന്നൊക്കെ ഡച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. മാത്രമല്ല, അറിഞ്ഞോ നിന്റെ ബോയ് ഫ്രണ്ട് മരിച്ചു, ഞാനൊന്നും ചെയ്തിട്ടല്ല കേട്ടോ, മാത്രമല്ല നിന്റെ മാർക്കും തീപിടുത്തത്തിൽ മരിച്ചുപോയി എന്നൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എറിനോട് പറയുന്നുണ്ട്. എറിന് റിയാക്ഷൻ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും അവളുടെ കണ്ണ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവൾക്ക് വല്ലാതെ വിഷമാവുന്നുണ്ട് ഇതൊക്കെ കേട്ടിട്ടെന്ന്. അങ്ങനെ ഡച്ച് പറയുന്നുണ്ട്, അടുത്തത് നീയാണ്, പക്ഷെ നീ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ, നിന്റെ തലയ്ക്കുള്ളിലല്ലേ കാര്യം ഇരിക്കുന്നത് എന്നുള്ള രീതിയിൽ അവിടെ തലയിൽ ഇങ്ങനെ കൊട്ടുന്നുണ്ട്. എന്തായാലും ഞാൻ തിരിച്ചു വരും എന്ന് പറഞ്ഞിട്ട് എയറിനോട് ഗുഡ് ബൈ പറഞ്ഞ ഡച്ച് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അവിടെ നിന്ന് കേട്ടേ പിന്നെ നമ്മളെ കാണിക്കുന്നത് ക്യാമ്പസിലാണ്. ഇപ്പോൾ ടൈലർ ക്യാമ്പസിലോട്ട് ചെല്ലുന്നുണ്ട് ജാക്കിനെ കാണാനായിട്ട്. പക്ഷേ ജാക്കി അവിടെ ഉണ്ടായിരുന്നില്ല, ഇംഗ്ലീഷ് പ്രൊഫസർ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇംഗ്ലീഷ് പ്രൊഫസർ പറയുന്നുണ്ട്, ആ നീ വന്നോ, എങ്ങനെയുണ്ട് സസ്പെൻഷൻ ഒക്കെ എന്ന് ചോദിക്കുമ്പോൾ ടൈലർ പറയുന്നുണ്ട്, ഞാൻ ജാക്കിനെ കാണാനാണ് വന്നതെന്ന്. പ്രൊഫസർ പറയുന്നുണ്ട്, ജാക്കി ഒരു കോറസ് പാടാനായിട്ട് പോയിരിക്കുകയാണ്, തൽക്കാലം എന്നെ ഈ ഫോമൊക്കെ ഫില്ല് ചെയ്യാനായിട്ട് ഏൽപ്പിച്ചിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ടൈലറിനോട് ചോദിക്കുന്നുണ്ട്, നിന്റെ വാലൊക്കെ എവിടെ, നിന്റെ കൂട്ടുകാർ? ടൈലർ പറയുന്നുണ്ട്, ഞാൻ തൽക്കാലം പുതിയ ആൾക്കാരെ കണ്ടുപിടിക്കാൻ പുതിയൊരു ഫ്രണ്ട് ഗ്യാങ് രൂപീകരിക്കാൻ തീരുമാനിച്ചു, അതുകൊണ്ട് തൽക്കാലം അവരുടെ കൂടെ ഉള്ള കമ്പനിയൊക്കെ കുറച്ച് വിട്ടേക്കുവാണ് എന്ന് പറയുന്നുണ്ട്. ടീച്ചറും പറയുന്നുണ്ട് അത് നല്ല കാര്യമാണ്. അവിടുന്ന് വിട്ടാൽ പിന്നെ നമ്മളെ കാണിക്കുന്നത് ബോഡിനെയാണ്. ബോഡി വെൽ ഹൗസിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ റൂഫസ് അവിടെയൊക്കെ ക്ലീൻ ആക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ റൂഫസ് ചോദിക്കുന്നുണ്ട്, ബോഡി നീ ആ ഒരു ട്രാപ്പൊക്കെ മേടിച്ചുകൊണ്ട് പോയിട്ട് വല്ലതും നടന്നോ എന്ന് ചോദിക്കുമ്പോൾ ബോഡി പറയുന്നുണ്ട്, ഇല്ല ഒന്നും നടന്നില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ബോഡി റൂഫസിനോട് ചോദിക്കുന്നുണ്ട്, നീ എപ്പോഴെങ്കിലും നിന്റെ അമ്മ ലൂക്കാസ് എന്ന് പറഞ്ഞ ആരെങ്കിലും പറ്റി പറഞ്ഞായിട്ട് ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ റൂഫസ് പറയുന്നുണ്ട്, ആ ഓർക്കുന്നുണ്ടല്ലോ. അത് ആരാന്ന് ബോഡി വീണ്ടും ചോദിക്കുമ്പോൾ റൂഫസ് പറയുന്നുണ്ട്, അത് അവരുടെ ഫസ്റ്റ് ലവ് ആയിരുന്നു. എന്നിട്ട് എന്ത് പറ്റി എന്ന് ബോഡി ചോദിക്കുമ്പോൾ ആള് മരിച്ചു പോയെന്നും റൂഫസ് മറുപടി പറയുന്നുണ്ട്. ബോഡി ചോദിക്കുന്നുണ്ട്, ആ വെൽ ഹൗസിനെ പറ്റി നിന്റെ അമ്മ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? റൂഫസ് പറയുന്നുണ്ട്, പറഞ്ഞിട്ടുണ്ട്, എന്നോട് അവിടെ പോവല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് റൂഫസ് ബാക്കി പറയുന്നുണ്ട്, ഈ ഒരു കീ ഹൗസ് ബ്രിട്ടീഷുകാർ റവല്യൂഷണറി വാർ നടക്കുന്ന സമയത്ത് ക്യാമ്പായിട്ടൊക്കെ യൂസ് ചെയ്തതാണ്, മാത്രമല്ല വെൽ ഹൗസിലാണ് കുറെ പേരെ കൊന്നത് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് അമ്മ എന്നെ അങ്ങോട്ട് വിടാറില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ബോഡി നേരെ വീട്ടിലോട്ട് തന്നെ ഓടുന്നുണ്ട്. അവന്റെ ബെഡ്റൂമിൽ ചെന്നിട്ട് ഈ മാത്സന്റെ പഴയ ഹിസ്റ്ററീസ് ഒക്കെ ഉള്ള ഒരു ബുക്ക് അവൻ ലൈബ്രറിയിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെൽ ഹൗസിന്റെ പടവും അതിനകത്തുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ ആ പടത്തിലോട്ട് ഡച്ച് വരികയാണ്. അങ്ങനെ ആ പടത്തിനുള്ളിൽ ഡച്ച് ഉള്ളതായിട്ട് ബോഡിക്ക് അങ്ങ് തോന്നുകയാണ്. അങ്ങനെ ബോഡി ആ ഒരു പുസ്തകം അടിച്ചിട്ട് എടുത്തെറിയുന്നുണ്ട്. അവൻ ആകെ പേടിച്ചു പോയി. അവിടുന്ന് കേട്ടായി പിന്നെ നമ്മളെ ക്യാമ്പസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ജാക്കി വന്നിട്ട് ടൈലറിനോട് സംസാരിക്കുന്നുണ്ട്. ജാക്കി ചോദിക്കുന്നുണ്ട്, നീ എന്നെ കാണാൻ വന്നയാന്ന് പ്രൊഫസർ പറഞ്ഞു. അപ്പോൾ ടൈലർ പറയുന്നത്, ഇല്ലല്ലോ, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ എന്നുള്ള രീതിയിൽ ടൈലർ മറുപടി പറയാണ്. അപ്പോൾ ജാക്കി പറയുന്നുണ്ട്, എന്തായാലും പ്രൊഫസർ നിന്റെ പേര് വോളണ്ടറി ചെയ്തു, നീ വോളണ്ടറി ചെയ്യുന്നുണ്ടോ എന്നും ജാക്കി ചോദിക്കുന്നുണ്ട്. ടൈലർ പറയുന്നുണ്ട്, ഞാൻ ചെയ്യുന്നുണ്ട്, ഞാൻ റെഡിയാണ് എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ഈതന് വല്ലാണ്ട് ദേഷ്യം വരുന്നുണ്ട്. കാരണം ഈതന് ടൈലറിന്റെ മേളിലൊരു കണ്ണുണ്ടായിരുന്നു. അപ്പോൾ ഈതൻ ഇവനോട് ബെസ്റ്റ് ഓഫ് ലക്ക് ടൈലർ, നിന്റെ 5K പോയെന്നാ തോന്നുന്നത് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ജാക്കി പറയുന്നുണ്ട്, നീ അവളെ ശ്രദ്ധിക്കണ്ട, അവള് ചിലപ്പം വൈകുന്നേരത്തെ കോക്ക് കുടിച്ച് കാണത്തില്ല, അതുകൊണ്ടായിരിക്കും എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞിട്ട് ടൈലറിന്റെ കയ്യിൽ നിന്ന് ജാക്കി ഫോൺ നമ്പറൊക്കെ മേടിക്കുന്നുണ്ട്. എന്തായാലും ക്ലാസ് കഴിഞ്ഞ് കാണാം എന്ന് പറഞ്ഞിട്ട് ജാക്കി നടന്നു പോകുന്നുണ്ട്. അങ്ങനെ ടൈലർ നേരെ പ്രൊഫസറിന്റെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. ഈ സമയത്ത് പ്രൊഫസർ ഈ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രൊഫസർ പറയുന്നുണ്ട്, ടൈലർ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ ഇറങ്ങാൻ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ടൈലർ വന്ന് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്റെ പേര് വോളണ്ടറി ചെയ്തോ? അപ്പോൾ പ്രൊഫസർ പറയുന്നുണ്ട്, ചെയ്തല്ലോ, നീയല്ലേ പറഞ്ഞത് നിനക്ക് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ട്, പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന്, പുതിയ പുതിയ ആൾക്കാരെയൊക്കെ പരിചയപ്പെട്. ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്ന, പുതിയ പുതിയ കാര്യങ്ങൾ
കാര്യങ്ങൾ പരീക്ഷിക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് സ്ഥലമാണ്. നിനക്ക് ഇതേപോലൊരു ഓപ്പർച്യൂണിറ്റി വേറെ എവിടെയും കിട്ടത്തില്ല ജീവിതത്തിൽ എന്ന് പ്രൊഫസർ പറയുന്നുണ്ട്. അവിടെ നിന്ന് കട്ടായ പിന്നെ നമ്മളെ കാണിക്കുന്നത് ബോഡിനെയാണ്. ബോഡി ആ ഒരു കീ ഹൗസിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. അവൻ അങ്ങനെ നടന്ന് എല്ലാ ഡോറിലും ചെന്നിട്ട് ബബിൾക്കം ഒട്ടിച്ചു വെക്കുന്നുണ്ട്. അതായത് ആ ഒരു വെള്ളയടി അല്ലെങ്കിൽ ഡച്ച് തിരിച്ചു കയറി വരാതിരിക്കാനായിട്ട്. കെൻസിയുടെ റൂമിൽ എത്തുമ്പോൾ പെട്ടെന്ന് ടൈലർ എന്തോ പരുതുന്നതായിട്ട് ബോഡി കാണുന്നുണ്ട്. അപ്പോൾ ബോഡി ചോദിക്കുന്നുണ്ട് എന്താ കാര്യം ചോദിക്കുമ്പോൾ ടൈലർ പറയുന്നുണ്ട് നീ അവളോട് പറയില്ലെന്ന്. അങ്ങനെ തിരിച്ച് ബോഡിയുടെ റൂമിലോട്ട് തന്നെ അവർ രണ്ടുപേരും വന്നിട്ട് ടൈലർ പറയുന്നുണ്ട് കെൻസി അവളുടെ ഫിയറിനെ അവളുടെ ഹെഡിൽ നിന്ന് എടുത്ത് കളഞ്ഞു എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്കും ഒരു കാര്യം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ടൈലർ പെട്ടെന്ന് ആ ഒരു ഹെഡ് കീ യൂസ് ചെയ്യുന്നുണ്ട്. അവന്റെ മെമ്മറിയിൽ ആ ഒരു ഹെഡിലോട്ടുള്ള ഓപ്പണിങ് ശരിക്കും അവരുടെ സിയാറ്റിലുള്ള ആ ഒരു വീടിന്റെ വാതിൽ പോലെ തന്നെ ഉണ്ടായിരുന്നു. അവിടേക്ക് മാത്സന്റെ ആ ഒരു ബുക്കില്ലേ അത് എടുത്തിടാനായിട്ട് ടൈലർ എടുക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ബോഡി വന്നിട്ട് അതിനകത്തെ ആ ഒരു വെൽ ഹൗസിലെ ആ ഒരു പേജ് മാത്രം കീറി എടുത്തിട്ട് ഇനി ഇട്ടോ എന്ന് പറഞ്ഞിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ടൈലർ അത് ഉള്ളിലോട്ട് ഇട്ടിട്ട് ടൈലർ ഇനിയിപ്പം മാത്സനെ പറ്റി എന്നോട് എന്തെങ്കിലും ചോദിച്ചേ. ബോഡി പെട്ടെന്ന് മാത്സൻ ഫൗണ്ട് ചെയ്തത് എന്നാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ടൈലർ മറുപടി കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. ഇത് കറക്റ്റ് ആണോ എന്ന് ടൈലർ ചോദിക്കുമ്പോൾ അപ്പോൾ ബോഡി പറയുന്നുണ്ട് എനിക്കെങ്ങനെ അറിയാം, നീ തന്നെ ആ ഒരു ബുക്ക് എടുത്ത് നോക്ക് എന്ന് ടൈലറിനോട് പറയാണ്. അപ്പോൾ പെട്ടെന്ന് ടൈലർ പറയുന്നുണ്ട് നിന്റെ കയ്യിൽ ഇംഗ്ലണ്ടിനെ പറ്റി എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ അവൻ ചോദിക്കുന്നിടത്ത് വെച്ചിട്ട് അവിടുന്ന് കട്ടായി പിന്നെ നമ്മളെ കാണിക്കുന്നത് നീനയാണ്. നീന കീ ഹൗസ് ഒക്കെ ഇങ്ങനെ വൃത്തിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ വൃത്തിയാക്കുന്നതിന്റെ ഇടയിൽ നീന ഒരു കപ്പ് എടുത്ത് അതിനകത്തോട്ട് കോള ഒഴിച്ച് കുടിക്കുന്നുണ്ട്. എന്നിട്ട് അവളുടെ ഒരു മെമ്മറിയാണ് കാണിക്കുന്നത്. അതായത് നീന ഒരു ആൽക്കഹോൾ അഡിക്റ്റ് ആയിരുന്നു. അങ്ങനെ ഒരു വർഷമായിട്ട് അവള് ആൽക്കഹോളൊക്കെ വിട്ടു നിന്ന സമയത്ത് റെന്റൽ അവൾക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് ആ ഒരു കപ്പ്. അപ്പോൾ അതിന്റെ മെമ്മറിയാണ് കാണിക്കുന്നത്. അതായത് അവളിങ്ങനെ റിനോവേഷൻ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് റെന്റൽ വന്നിട്ട് ഈ ഒരു കപ്പ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു വർഷമായി നീന അതൊരു വലിയ കാര്യം തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് റെന്റൽ തന്നെ അതിലോട്ട് ഒരു സോഫ്റ്റ് ഡ്രിങ്ക് ഒക്കെ ഒഴിച്ച് ചിയേഴ്സ് ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ നീന പറയുന്നുണ്ട് ഒരു വർഷം പുതിയ ആളുകൾ പുതിയ സ്ഥലം എല്ലാം എനിക്ക് ഡിഫറെന്റ് ആയിട്ട് തോന്നുന്നു എന്ന് നീന പറയുമ്പോൾ റെന്റൽ പറയുന്നുണ്ട് ഞാനും വീട്ടിൽ നിന്ന് ഓടി വരുന്ന സമയത്ത് എനിക്കും നിങ്ങളൊക്കെ പുതിയ ആളുകളും പുതിയ മുഖങ്ങളും ആയിരുന്നു. പക്ഷെ ഞാൻ ഏറ്റവും ബെസ്റ്റ് മുഖത്തെയാണ് തിരഞ്ഞെടുത്തത് എന്ന് റെന്റൽ പറയുന്നുണ്ട്. ഇത് കേട്ട് നീന ചിരിക്കുന്നുണ്ട്. ഇത് ഓർത്തിട്ട് നീന വല്ലാതെ പ്രസന്റില് വല്ലാതെ വിഷമിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അവിടുന്ന് കേട്ടായി വീണ്ടും നമ്മളെ ടൈലറിനെയും ജാക്കിനെയാണ് കാണിക്കുന്നത്. അങ്ങനെ ടൈലർ അവന്റെ ഹെഡിലോട്ടിട്ട ആ ഒരു ഇംഗ്ലണ്ടിന്റെ ബുക്ക് ബേസ് ചെയ്തിട്ട് ജാക്കിനെ ഇംപ്രസ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ന്യൂയോർക്കിന്റെ കാര്യവും ലണ്ടന്റെ കാര്യവും ഒക്കെ പറഞ്ഞിട്ട്. അപ്പൊ ജാക്കി ഒരു നോവലിന്റെ കാര്യം ചോദിക്കുന്നുണ്ട്. ഈ നോവൽ വായിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. അവനത് വായിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഞാൻ അത് വായിച്ചു നോക്കാന്ന് പറയുമ്പോ അത് നിന്റെ ടൈപ്പ് അല്ല എന്ന് പറഞ്ഞിട്ട് ജാക്കി ഫ്രണ്ടിലോട്ട് നടന്നു പോകുന്നുണ്ട്. അവിടുന്ന് കട്ടായി പിന്നെ നമ്മളെ കാണിക്കുന്നത് സ്കോട്ടിനെയും കെൻസിനെയാണ്. അവര് കീ ഹൗസിലോട്ട് വരുന്നുണ്ട്. അപ്പൊ സ്കോട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കണ്ടിരുന്നോ? കെൻസി പറയുന്നുണ്ട് ഓൾമോസ്റ്റ് എല്ലാം. അപ്പൊ നിങ്ങൾ ആ ഒരു സീ കേവ് കണ്ടിട്ടുണ്ടായിരുന്നോ? അവിടെ 3 കുട്ടികൾ പണ്ട് മുങ്ങി മരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. കെൻസി ചോദിക്കുന്നുണ്ട് നീ ശരിക്കും മാത്സണിലുള്ള ആളല്ലല്ലോ, പിന്നെ എങ്ങനെ നീ ഇതൊക്കെ അറിയുന്നേ എന്ന് ചോദിക്കുമ്പോൾ സ്കോട്ട് പറയുന്നുണ്ട് സ്പ്ലാറ്ററിങ് എന്ന് പറഞ്ഞ സിനിമ ഉണ്ടാക്കാനായിട്ട് ഞാൻ ജസ്റ്റ് ലോക്കൽസിനോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് അവര് പറഞ്ഞ കഥയൊക്കെയാണ് ഇതെന്ന് കെൻസിയോട് സ്കോട്ട് പറയുന്നുണ്ട്. അങ്ങനെ അവര് വീടിനുള്ളിലോട്ട് കയറുന്നുണ്ട്. അപ്പോൾ നിന്റെ ഫാമിലിയൊക്കെ ഇവിടെ ഉണ്ടോ എന്ന് സ്കോട്ട് ചോദിക്കുമ്പോൾ കെൻസി പറയുന്നുണ്ട് ടൈലർ സ്കൂളിൽ പോയി ബോഡി പിന്നെ അമ്മയുടെ കൂടെ കടയിലിട്ട് എന്തായാലും പോയിട്ടുണ്ടാവും. എന്തായാലും ഈ സ്ഥലം മുഴുവൻ നമുക്കുള്ളതാണ് തൽക്കാലത്തേക്ക് എന്ന് കെൻസി പറയുന്നുണ്ട്. അപ്പൊ സ്കോട്ട് വല്ലാതെ നെർവസ് ഒക്കെ ആവുന്നുണ്ട്. അവള് നേരെ അവനെ റൂമിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ റൂമിൽ കൊണ്ടുപോകുമ്പോൾ ഇവൻ ആകെപ്പാടെ നെർവസ് ആവുന്നുണ്ട്. അങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ഇതെന്താ എന്നൊക്കെ ചോദിച്ചിട്ട് അവളോട് ഇങ്ങനെ ഭയങ്കര സില്ലി ആയിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ കെൻസിക്ക് മനസ്സിലായി ഇവനാകെ പേടിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ കെൻസി പറയുന്നുണ്ട് വാ എൻ്റെ അടുത്ത് വന്നിരിക്കുക എന്ന് പറയുമ്പോൾ സ്കോട്ടും അവളുടെ അടുത്ത് പോയി ഇരിക്കുന്നുണ്ട്. അങ്ങനെ സ്കോട്ട് കെൻസിയുടെ അടുത്തോട്ട് വന്നിരിക്കുമ്പോൾ ഞാനൊരു കാര്യം കാണിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്കോട്ട് വിചാരിച്ചു അവൾ ഉമ്മ വെക്കാൻ തുടങ്ങുകയാണെന്ന്. പെട്ടെന്ന് കെൻസി അവിടെ നിന്ന് എണ്ണിട്ട് മാറിയിട്ട് ഹെഡ് കീ യൂസ് ചെയ്യുന്നുണ്ട്. എന്ന് സ്കോട്ട് നോക്കുമ്പോൾ 2 കെൻസി. അവൻ ആകെ കിളി പറന്നുപോയി. അപ്പോൾ അവൻ ആകെപ്പാടെ പിച്ചുമ്പം പറയുന്നുണ്ട് ഞാൻ ഇപ്പോൾ സ്വപ്നം കാണുമല്ലേ, ഞാൻ ഹാലൂസിനേറ്റ് ചെയ്യുന്നതല്ലേ, ശരിക്കും ഞാൻ ചത്തുപോയോ എന്നൊക്കെ ഇങ്ങനെ കെൻസിയോട് വല്ലാതെ പിച്ചുമ്പയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കെൻസി പറയുന്നുണ്ട് നീ എന്നെ വിശ്വസിക്കുക, എൻ്റെ കൂടെ വാന്ന് പറഞ്ഞിട്ട് പതിയെ അവളുടെ ആ ഒരു ഹെഡിനുള്ളിലോട്ട് പോകുന്നുണ്ട്. എന്നിട്ടും സ്കോട്ടിന് ആ ഒരു കൺഫ്യൂഷൻ മാറുന്നില്ല. ശരിക്കും ഞാൻ ഹാലൂസിനേറ്റ് ചെയ്യല്ലേ, അതും ഞാൻ മരിച്ചുപോയോ, ശരിക്കും ആരാ നീ, ഞാനാരാ എന്നൊക്കെയുള്ള രീതിയിൽ സ്കോട്ട് വല്ലാതെ പാനിക്കായിട്ട് സംസാരിക്കുന്നുണ്ട്. കെൻസി പറയുന്നുണ്ട് ഈ ഒരു ഹൗസ് മുഴുവൻ ഇതുപോലത്തെ കീസ് ഒക്കെയാണ്, മാജിക് ഉള്ള കീസ് എന്ന് സ്കോട്ടിനോട് പറയുന്നുണ്ട് കെൻസി. ശേഷം കെൻസി സ്കോട്ടിനെ കൊണ്ട് അവിടെ മെമ്മറിയിലോട്ട് പോകുന്നുണ്ട്. അതായത് മെമ്മറി സ്റ്റോർ ചെയ്തിരിക്കുന്ന ക്യാൻഡി ഷോപ്പിലോട്ട്. അവിടെ ചെന്നിട്ട് അവളൊരു ബർത്ത്ഡേ മെമ്മറി എടുക്കുന്നുണ്ട്. അത് ശരിക്കും അവളുടെ 8ാമത്തെ ബർത്ത്ഡേ ആയിരുന്നു. അധികം ഫ്രണ്ട്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഡാഡി തന്നെ അവളെ അക്വേറിയം ഉള്ള സ്ഥലത്തോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. അങ്ങനെ അവർ ആ ഒരു മെമ്മറിലോട്ട് ചെല്ലുന്നുണ്ട്. അവിടെ വെച്ച് ഡാഡിയും അവളും കൂടി
സംസാരിക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്, അതായത് റെൻ്റലുമായിട്ട്. എന്നിട്ട് അവിടോട്ട് നീനയും വരുന്നതായിട്ട് കെൻസി കാണുകയാണ്. ആ ഒരു മെമ്മറി കഴിയുമ്പോൾ എനിക്കറിയാമായിരുന്നു, ശരിക്കും മാജിക് ഉണ്ടെന്ന് എനിക്ക് അറിയാമായിരുന്നു എന്നിങ്ങനെ കെൻസിയോട് വലിയ സന്തോഷത്തെ പറയുന്നുണ്ട്. സ്കോട്ട് ഇങ്ങനെയൊക്കെ എക്സൈറ്റഡ് ആയിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിലും കെൻസി പെട്ടെന്ന് ഡള്ളാവുന്ന കണ്ടുകൊണ്ട് സ്കോട്ട് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി കെൻസി? അത് എൻ്റെ അമ്മ അവിടെ ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ശരിക്കും ഞാൻ അന്ന് വിചാരിച്ചത് ഞാനും എൻ്റെ അച്ഛനും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ്. നീന അവിടെ ഉള്ളതായിട്ട് എനിക്കൊരു ഓർമ്മയില്ല, ശരിക്കും എൻ്റെ ബ്രെയിൻ അത് ബ്ലോക്ക് ചെയ്ത പോലെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്കോട്ട് അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. ചില സമയത്ത് നമ്മുടെ ബ്രെയിൻ അങ്ങനെയാണ്, ഇംപെർഫെക്റ്റ് ആയിട്ടൊക്കെ പെരുമാറും എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്, സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ കെൻസി അവന് ഉമ്മ വെക്കുന്നുണ്ട്. അവിടുന്ന് കട്ടായ പിന്നെ നമ്മളെ കാണിക്കുന്നത് ടൈലറിനെയാണ്. ടൈലർ എങ്ങനെയും ജാക്കിനെ വളയ്ക്കണം എന്നുള്ള രീതിയിൽ ലൈബ്രറിയിൽ പോയിട്ട് ജാക്കി പറഞ്ഞ ആ ഒരു ബുക്കൊക്കെ എടുക്കുന്നുണ്ട്. ആ സമയത്താണ് ജാക്കി അങ്ങോട്ട് വരുന്നത്. ഓ, നീ ഇവിടെ ഉണ്ടോ? ഞാൻ വിചാരിച്ചു ഞാൻ മാത്രമാണ് സാറ്റർഡേയിൽ ലൈബ്രറിയിൽ വരുന്ന ലൂസർ എന്നാണ്. അപ്പോൾ ടൈലർ പറയുന്നുണ്ട്, ഞാനും വരാറുണ്ട് റിസർച്ചിന് വേണ്ടിയിട്ട്. അപ്പോൾ ജാക്കി ചോദിക്കുന്നുണ്ട്, എന്ത് റിസർച്ച്? ടൈലർ പതി ആ ഒരു ബുക്ക് കാണിക്കുന്നുണ്ട്. നീയല്ലേ പറഞ്ഞത് ഇത് ഞാൻ വായിച്ചാൽ ശരിയാവില്ല എന്ന്, ഞാൻ ഒന്ന് വായിച്ചു നോക്കട്ടെ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ജാക്കി പറയുന്നുണ്ട്, സോറി ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല, എന്തായാലും നിനക്കത് ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല എന്നുള്ള രീതിയിലേ ഉള്ളൂ എന്നുള്ള രീതിയിൽ ടൈലറും ജാക്കിയും കൂടി സംസാരിച്ച് അങ്ങനെ നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ടൈലർ ചോദിക്കുന്നുണ്ട്, നീ എന്നാ എൻ്റെ കൂടെ ഒരു സ്ഥലത്ത് വരുന്നുണ്ടോ ഫുഡൊക്കെ കഴിക്കാൻ? അവിടുന്ന് കട്ടായി പിന്നെ നമ്മളെ കാണിക്കുന്നത് കീ ഹൗസിലാണ്. കെൻസി അങ്ങനെ കിടക്കുമ്പോൾ ടൈലർ അങ്ങോട്ട് വരുന്നുണ്ട്. ഓയിസ്റ്റർ വെച്ചിട്ടുള്ള എന്തോ ഒരു സ്നാക്ക് ഒക്കെ കെൻസിക്ക് ടൈലർ വന്ന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ടൈലർ പറയുന്നുണ്ട്, ഇന്ന് ജാക്കിയുടെ കൂടെ ഞാൻ വെളിയിൽ പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ നിനക്ക് വേണ്ടി മേടിച്ചതാണ് എന്നുള്ള രീതിയിൽ ടൈലർ ആ ഒരു സ്നാക്ക് കെൻസിക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കെൻസിയോട് പറയുന്നുണ്ട്, എന്തായാലും നിന്റെ ഈ ഒരു പുതിയ ലുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു, നിന്റെ ഈ ഒരു പുതിയ വേർഷൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, പഴയതിനേക്കാൾ ബെറ്റർ ആയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ടൈലർ കെൻസിനെ ഒന്ന് സന്തോഷിപ്പിക്കാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ കെൻസി ചോദിക്കുന്നുണ്ട്, അപ്പോൾ നിന്റെ ആ ഒരു അഭിപ്രായമൊക്കെ മാറിയോ കീ കളിക്കാനുള്ളതല്ല എന്നുള്ളത്? അപ്പോൾ ടൈലർ പറയുന്നുണ്ട്, ഞാൻ കഴിഞ്ഞ ദിവസം ഹെഡ് കീ യൂസ് ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കെൻസി ചോദിക്കുന്നുണ്ട്, ഓഹോ ഞാൻ അറിയാതോ? അപ്പോൾ ടൈലർ പറയുന്നുണ്ട്, ശരിയാണ് ഞാൻ അറിയാതെ യൂസ് ചെയ്ത് പോയി, അത് വലിയ ഹാമൊന്നും ഉണ്ടാക്കുന്നതല്ലെന്ന് എനിക്ക് തോന്നുന്നു എന്നുള്ള രീതിയിൽ അവരിങ്ങനെ കളിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വെളിയിൽ നിന്ന് ബോഡി കയ്യിലൊരു കുന്തമൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ ഇവർ ബോഡിയോട് എന്താണെന്ന് ചോദിക്കുമ്പോൾ ആ ഒരു വെള്ളേടി തിരിച്ചു വന്നിട്ടുണ്ട്, അവളെ അറ്റാക്ക് ചെയ്യാനായിട്ടാണ് ഞാൻ ഈ ഒരു വടിയും കൊണ്ട് വന്നേക്കുന്നതെന്ന് ബോഡി പറയാണ്. അപ്പോൾ കെൻസി ചോദിക്കുന്നുണ്ട്, അവർക്ക് എന്തുവാ വേണ്ടത്? ആ കേസ് ആണെന്ന് ബോഡി പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവിടുത്തെ പല ഡോറുകളും ലൈറ്റും ഒക്കെ മിന്നി മറയുന്ന പോലെയൊക്കെ കാണിക്കുന്നുണ്ട്, അതായത് ഒരു പ്രേതം വന്നാൽ എങ്ങനെയാണ് അറ്റ്മോസ്ഫിയർ അതേപോലെ. പിന്നെ നമ്മളെ കാണിക്കുന്നത് നീന അവളുടെ കിച്ചണിൽ നിൽപ്പുണ്ടായിരുന്നു, അവിടേക്ക് ഡജ് വരുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ലൈറ്റർ കീ അല്ലെങ്കിൽ ഫയർ കീ വെച്ചിട്ട് ആ ഒരു ഗ്യാസിന് അവൾ തീ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നീന പെട്ടെന്ന് നോക്കുമ്പോൾ ഗ്യാസ് മുഴുവനായിട്ട് നിന്ന് കത്തുകയാണ്. മാത്രമല്ല ഫയർ അലാമും അടിക്കുന്നുണ്ട്. ഇത് കേട്ടിട്ട് കെൻസിയും ടൈലറും കൂടെ അമ്മയുള്ളിടത്തോട്ട്, അതായത് കിച്ചണിൽ നിന്നാണ് ഈ ഒരു സൗണ്ട് വരുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഓടുന്നുണ്ട്. പുറകാലത്ത് തന്നെ ബോഡിയും വരുന്നുണ്ട്. പക്ഷെ ബോഡീനെ പെട്ടെന്ന് ഡജ് പിടിച്ച് അടുത്തുള്ള റൂമിലോട്ട് കയറ്റുകയാണ്. കെൻസിയും ടൈലറും ഇത് കണ്ടതുമില്ല. ഡജ് ബോഡിനോട് പറയുന്നുണ്ട്, എനിക്ക് എന്താ വേണ്ടതെന്ന് നിനക്കറിയാം, അതെനിക്ക് തന്നേ പറ്റുള്ളൂ എന്ന്. അപ്പോൾ ബോഡി പറയുന്നുണ്ട് തരത്തില്ല എന്ന്. ഇത് കേട്ടിട്ട് ഡജ് ശരിയെങ്കിലെന്ന് പറഞ്ഞിട്ട് ആ ഒരു എനിവെയർ കീ വെച്ചിട്ട് ബോഡിനെ അവിടുന്ന് വേറൊരു റൂമിലോട്ട് കൊണ്ടുപോവാണ്. വാതിൽ തുറന്ന് അവനെ അപ്പുറത്തോട്ട് ഇടുന്നുണ്ട്. ഡജും പുറകിന് പോകുന്നുണ്ട്. ഈ സമയത്ത് കെൻസിയും ടൈലറും കൂടി കിച്ചണിലോട്ട് ഓടി വരുന്നുണ്ട്. നാൻസിനെ തീ അണയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നീന ഫയർ എക്സ്റ്റിങ്ക്വിഷർ കൊണ്ടുവന്നിട്ട് ആ ഒരു തീയും അണയ്ക്കുന്നുണ്ട്. അപ്പോൾ കെൻസി ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി അമ്മേ? അപ്പോൾ നീന പറയുന്നുണ്ട്, എനിക്ക് അറിയത്തില്ല, പെട്ടെന്ന് തീ പിടിച്ചത്. അപ്പോൾ കെൻസി ചോദിക്കുന്നുണ്ട്, വേറെ ആരെങ്കിലും കണ്ടായിരുന്നോ? നിങ്ങൾ എന്താ അങ്ങനെ ചോദിക്കുന്നത്? വേറെ ആരെങ്കിലും കണ്ടോന്ന്? വേറെ ആരെ കാണാനാ? മാത്രമല്ല ബോഡി എവിടെ എന്ന് നീന ചോദിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ടൈലർ മോളോട്ട് ഓടി വന്നിട്ട് ബോഡിയുടെ റൂമിലൊക്കെ തപ്പുന്നുണ്ട്. പക്ഷെ ബോഡിനെ ഒന്നും അവിടെ ഒന്നും കാണുന്നില്ല. അങ്ങനെ ബോഡിനെ തിരക്കി വന്ന ടൈലർ നേരെ കാണുന്നത് വെളിയിലായിട്ട് ബോഡി ഇങ്ങനെ നിൽക്കുന്നതായിട്ടുണ്ട്. പക്ഷെ അവൻ്റെ ചുറ്റിലും വലിയ ആഴത്തിൽ തീയുണ്ട്. ആ തീയുടെ ഇടയ്ക്ക് ഒരാൾ നിൽക്കുന്നതായിട്ടും ടൈലർ കാണുന്നുണ്ട്. ടൈലർ ഓടി അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ ഓപ്പോസിറ്റ് ഒരാൾ നിൽക്കുന്നുണ്ട്. ബോഡി അയാളോട് സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഇവന് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് തീയാണ്. ബോഡിനെ കൊണ്ടുപോയത് ഡജായിരുന്നു. അപ്പോൾ ഡജ് അവനോട് കീ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബോഡി പറയുന്നുണ്ട്, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എടുക്കുക എന്ന് പറയുന്നുണ്ട്. അതായത് ബോഡിക്ക് മനസ്സിലായി ബോഡിയുടെ കയ്യിൽ നിന്ന് ഫോഴ്സ്ഫുള്ളി ഡജിന് ആ ഒരു കീ മേടിക്കാൻ പറ്റത്തില്ല എന്നുള്ളത്. അങ്ങനെ ബോഡി ഇത് തരില്ല എന്ന് കാണുന്ന സമയത്ത് ഡജ് അവനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. എന്തായാലും നീ ഒന്ന് സൂക്ഷിച്ചിരുന്നു, ഇനി അടുത്തത് നിന്റെ ഫാമിലിനെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞിട്ട് ഡജ് ആ ഒരു തീയിൽ നിന്ന് ഇറങ്ങി അടുത്തുള്ള ഡോർ വഴി എനിവെയർ കീ യൂസ് ചെയ്ത് പുറത്തോട്ട് പോകുന്നുണ്ട്. ഡജ് അങ്ങനെ പോകുന്ന സമയത്ത് തന്നെ ആ ഒരു തീ കംപ്ലീറ്റ് ആയിട്ട് കെട്ടുപോകുന്നുണ്ട്. പെട്ടെന്ന് ടൈലർ അങ്ങോട്ട് ഓടി വന്ന് ബോഡിനെ കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് ടൈലർ ബോഡിനെ കൊണ്ട് ഉള്ളിലോട്ട് പോകുന്നുണ്ട്. ഈ സമയത്ത് കെൻസിയും നീനയും കൊണ്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നീനയോട് കെൻസി സോറിയൊക്കെ പറയുന്നുണ്ട്. അമ്മ നിങ്ങൾ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, പക്ഷേ എനിക്കത് കാണാൻ പറ്റിയില്ല, കഴിഞ്ഞ തവണ ഞാൻ സംസാരിച്ചതിന് സോറി, അങ്ങനെയൊക്കെ സംസാരിച്ചതിന് സോറി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നീനയും പറയുന്നുണ്ട്, ഇറ്റ്സ് ഓക്കെ പോളെ, കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അവിടുന്ന് കെട്ടായി പിന്നെ നമ്മളെ കാണിക്കുന്ന ഡജിനെയാണ്. അതായത് ഡജ് സാമിൻ്റെ അടുത്തോട്ട് പോകുന്നുണ്ട്. അവന് ആ ഒരു ലൈറ്റ് ഇറക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എങ്ങനെയും ഇവിടുന്ന് രക്ഷപ്പെടണം, എന്നിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് സാമിനെ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നുണ്ട്. അവിടെ വെച്ച് എപ്പിസോഡ് നമ്പർ 4 ഇവിടെ തീരെയാണ്. സ്റ്റേ ട്യൂൺ.